ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. തുടരും സിനിമയുടെ സക്സസ് ട്രെയിലർ തമിഴും മലയാളവും ഇപ്പോൾ വളരെ സക്സസ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. തുടരും നമ്മൾ ഒരു 200-ൽ പിടിക്കും. യെസ്, 200-ൽ പിടിക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ ലക്ഷ്യം കേരള ഗ്രോസ് ഉണ്ടല്ലോ, അത് 100 എത്തിക്കുക. 200 കോടിയൊക്കെ അത് നോ പ്രോബ്ലം. 100 അടിക്കുമെന്നുള്ളത് പോട്ടെ, ബാക്കി റെക്കോർഡുകളൊക്കെ അവിടെ കിടക്കുമ്പോ ഇത് ലാലേട്ടന്റെ പേരിൽ തന്നെ കിടക്കുന്നതല്ല അതിന്റെ ഒരു അന്തസ്. അങ്ങനെ തുടർച്ചയായി വരല്ലേ. അപ്പൊ പിന്നെ എല്ലാം ഇരിക്കട്ടെ, എന്തായാലും എല്ലാം എടുക്കുന്നു. നന്നായിട്ട് ബാക്കി വേണ്ട, ആ ഒരെണ്ണം മാത്രം അവിടെ കിടക്കുക നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതാണ് അതും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 100 അടിച്ചിട്ടില്ലെങ്കിൽ പോലും അതായത് ഇൻഡസ്ട്രി ഹിറ്റടിക്കണം. അതായത് 2018 മറികടക്കണം. ഓക്കെ, എന്തായാലും ട്രെയിലർ കാണാം. ഓക്കെ, തമിഴ് റിലീസ് മെയ് 8-നാണ് കേട്ടോ. മെയ് 8 മെയ് 9 അല്ലേ? മെയ് 8 നാളെ കഴിഞ്ഞ്. ഓക്കെ. தற்போது பெய்து வரும் கனமழையின் காரணமாக 10 மாவட்டங்களுக்கு எல்லோ அலர்ட் விடுக்கப்பட்டுள்ளது. தேனி முதல் திண்டுக்கல் வரையிலும் மதுரை முதல் திருச்சி வரையிலும் கனமழைக்கான முன்னறிவிப்பு விடுக்கப்பட்டுள்ளது. உண்மையான பேரு சண்முகங்கிறதா? பென்சன் கூப்பிடுவாங்க சார். வண்டியை கொடுக்க முடியாது சார். காலையில இருந்து சத்தம் போட்டு சீனை போட்டு இருக்காங்க. நீங்க காலையில போட்டிருந்த சட்டையை நீங்களே தோச்சிங்கல்ல, அதை எதுக்காக தோச்சிங்க? அதுல ஏதாவது ரத்தக்கரை இருந்ததா பென்சன்? ஒன்னும் அதிக தூரம் இல்லை ஜார்ஜ் சார். ஞான கூட்டமா வந்தா தொந்தரவு கொடுக்காது. அதுல சிலது தவறி ஒத்தையா வந்துடும். அதுக்கிட்ட ஜாக்கிரதை. என்னோட கதை தான். இந்த கதையில ஹீரோ இந்த ஜார்ஜ். உன் கூட்டத்துக்கிட்ட போய் சொல்லு, ஒரு மத யானை ஊருக்குள்ள வந்துருச்சு. நீ நான் சொல்றது மட்டும்தான் நீங்க எல்லாருமே கேட்கணும். പിന്നെയുള്ള മുള്ളിക്കളിയിൽ നമ്മളില്ലേ പിന്നീട് മെയ് 9. മെയ് 9 അല്ലേ? അപ്പൊ മെയ് 8 ഗുഡ് ബാഡകളി OTT മെയ് 8 നെറ്റ്ഫ്ലിക്സിൽ ആണല്ലേ? അതാണ്. ഇതിപ്പോ നമ്മള് PSC പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ള ഒരു അവസ്ഥയാണ്. ഭയങ്കര കൺഫ്യൂഷൻ, ഡേറ്റ് ഒക്കെ അങ്ങനെ മാറി തിരിഞ്ഞു കിടക്കുക. അതും അതിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും മാറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ്. മെയ് 8 സർക്കിട്ട് നമുക്ക് കേരള റിലീസ് വരുന്ന സർക്കിട്ട്. ഓക്കെ, മലയാളം കാണാം. അതിന്റെ പഞ്ചാബ് വേറെ തന്നെ. ഇതിനകത്ത് ഒരൊറ്റ കാര്യം പറയാനുണ്ട്. ഇതിനകത്ത് എപ്പോഴും പറയണമെന്ന് വിചാരിക്കുന്ന ഈ ട്രെയിലർ കാണുമ്പോൾ അത് മിസ്സായി പോകുന്ന ആ ഒരു പിടുത്തം ഉണ്ടല്ലോ, ഒരു 4-5 പേര് കൂടിയിട്ട് പിടിക്കുന്ന ആ ഒരു സീൻ ഒരു ഭീകര സാധനം കേട്ടോ. ആ സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞ സാധനത്തിലേക്ക് വരും. അതായത് ടൈറ്റിൽ കാർഡ് ഇല്ലേ, ഒറ്റയാൻ എന്ന് പറഞ്ഞ മറ്റേ ഒറ്റക്കൊമ്പ്, എങ്ങനെയാണോ ടൈറ്റിൽ കാർഡ്, മോഹൻലാൽ ഒരു ആനനെ കാണിക്കുന്ന ഒരു സാധനം. കാണാം. ഇനി അത് ഞാൻ എന്തിനു പറയണേ, വിശദീകരിച്ച് പറഞ്ഞില്ല. പക്ഷെ ആ ഒരു വലിപ്പം ഉണ്ടല്ലോ, അത് നമുക്ക് ആ ഒരു സീനിൽ നമുക്ക് കാണാം. അങ്ങനെ ഒരു സീനില് വേറെ ഒരു സീനിലും കാണിച്ചിരുന്നുണ്ട്. നിഴലുകൊണ്ട് അത് ഇങ്ങനെ ജോർജ് സാർ ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോ പുറകിൽ വരുന്ന ഒരു വരവുണ്ട്. അത് പറഞ്ഞു കൊടുക്കണം. ഇനിയിപ്പോ എന്തെന്ന് പറഞ്ഞു കൊടുക്ക. എല്ലാ 5 പ്രാവശ്യം കണ്ടവര് വരെ ഉണ്ട് ഇവിടെ. എത്ര 5 പ്രാവശ്യം? ഒരു പ്രാവശ്യം കാണാത്തവരുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോ ഇനി 100 അടിക്കണ്ടേ?
ശരിയാണ്, ഇൻഡസ്ട്രി അടിക്കണ്ടേ? അല്ലെങ്കിൽ ഇവര് തന്നെ അടിപ്പിച്ചോളൂ. ഈ 5 കണ്ടവരും ഇനിയും പോവാന്ന് പറയുന്ന ആൾക്കാരാ. അത് പോരാ, അതുകൊണ്ടൊന്നും ഇൻഡസ്ട്രി ആയിട്ട് അടിക്കൂല, മനസ്സിലായില്ലേ? സ്ലീപ്പർ അതിന് സ്ലീപ്പർ സെൽ തന്നെ. സെൽ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ? അതാണ് ആദ്യത്തെ ടീം കാണാത്തവരിപ്പോഴുണ്ട്, ടിക്കറ്റ് കിട്ടാത്തവരുണ്ട്. അതുണ്ട് കേട്ടോ, അതൊരു സത്യം. ഓക്കെ, എന്തായാലും മലയാളം കാണാം. അതിൽ ജോർജേട്ടൻ എന്നുള്ളത് പേഴ്സണലായി പോയല്ലോ. ജോർജേട്ടൻ പറഞ്ഞ ഡയലോഗില്ലേ, അതായത് ഇതെൻ്റെ കഥയാടാന്ന്, അതിൻ്റെ പഞ്ച് തമിഴിൽ പറയുമ്പോൾ അല്ല. അത് വോയിസ് മോഡുലേഷൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഡയലോഗ് തിരിച്ചാ പറയുന്നത്. അത് മിക്ക സാധനം അങ്ങനെ തന്നെ, ലാലേട്ടന്റെ ആണെങ്കിലും അങ്ങനെ തന്നെ. തമിഴിന്റെ പ്രത്യേകതയാണ്, മലയാളം നമ്മൾ പറയുന്നതിന്റെ നേരെ എതിരെ അവിടുന്ന് ഇങ്ങോട്ടായിരിക്കും അവരുടെ സംസാരം. അതാണ് അതിന്റെ ഇംഗ്ലീഷ് അങ്ങനെ തന്നെ. ഓക്കെ, സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ശക്തമായി തുടരും. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുമാണ് മഴ മുന്നറിയിപ്പ്. യെല്ലോ അലർട്ട് ഷൺമുഖം എന്നാണ്, റെഡായി. ബെൻസ് എന്ന് വിളിക്കും. വണ്ടി കൊടുക്കാൻ പറ്റില്ല സാറേ, രാവിലെ പട്ടി ഷോ കാണിക്കാം. അതെന്താ കഴിയത്? ഏതാ സാറല്ലേ? പറ്റിയോ ബെൻസ്? ഓ, ഇതൊരു ഷോർട്ടാട്ടോ. ആന കൂട്ടത്തോടെ വന്നാൽ നമ്മളെ ഉപദ്രവിക്കില്ല. അതിന് ചില തെറ്റി ഒറ്റയന്മാരുണ്ട്, അവന്മാരെ സൂക്ഷിക്കണം. ഇത് എന്റെ കഥയാടാ. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാണ്. നിന്റെ കൂട്ടത്തോട് പറഞ്ഞേലേ മറ്റേ വീട് കാട് കയറി. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. രോമം വീണ്ടും വീണ്ടും പോകുന്നു. നോക്കി അതെ, ജോയ് നല്ല പണിയെടുത്തിട്ടുണ്ടെന്നുള്ളതിന്റെ ഒന്നാമതൊരു തെളിവാ. കാരണം ലാലേട്ടനെ കാണിക്കുന്ന സമയത്തൊക്കെ, അതായത് ഒരു സമയത്തിന് ശേഷം കാണിക്കുമ്പോഴൊക്കെ നമുക്കൊരു ഉത്സവ പ്രതീതിയാണ്. അതായത് ആ ഒരു അമ്പലത്തിലെ ചെണ്ടമേളവും. ഈ സാധാരണ നമ്മൾ ചിലർക്ക് ഇത് ഭയങ്കര ആഘോഷത്തിന്റെ ഇതായിരിക്കും, പക്ഷെ ഈ മനസ്സിൽ ഭയങ്കര സങ്കീർണമായ സംഘർഷം നേരിടുന്ന ചിലരുടെ മനസ്സിൽ ഇത് ഭയങ്കര, ഇതിന് ഭീകരമായിട്ട് കാണാം. ഈ ചെണ്ടകൊട്ടൊക്കെ അങ്ങോട്ട് ഒരു അതിന്റെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെയ്യം അങ്ങനത്തെ കുറെ ആട്ടങ്ങളുണ്ട്, അതിനൊക്കെ യൂസ് ചെയ്യുന്ന അവര് ഓരോ സമയത്ത് അവരുടെ ഇമോഷൻസ് കാണിക്കുന്ന സമയത്തൊക്കെ ചെണ്ടയിലാണ് അത് കാണിക്കാറുള്ളത്. ചെണ്ടമേളം, പിന്നെ അതിന്റെ ഒരു സാധനം, ആ ഒരു സാധനം നമുക്ക് ഭയങ്കരമായിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലുണ്ട്, കിട്ടുന്നുണ്ട്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, പശ്ചാത്തലത്തിലുണ്ട്. അതായത് വിഷ്വലി അത് ആ രീതിയിൽ തന്നെ കാണിച്ചു. അതെ, പിന്നെ അതിന്റെ കൂടെ മഴയും കൂടി ആകുമ്പോൾ പ്രകൃതിയുടെ ആ ഒരു വേറൊരു മുഖം കൂടി കാണിക്കുമ്പോൾ ഭയങ്കര ഫീലാ. ഇതിൽ ഒരു കാര്യം ഈ ശ്രദ്ധിച്ചു, ലാസ്റ്റ് തുടരുന്ന ഏരിയയില്ലേ ആ തുന്നി കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ബ്ലഡ് കൊടുത്തിട്ടുണ്ട് ശരിക്ക്. അത് ഞാൻ നോക്കിയില്ല കേട്ടോ, ആ തുടരുന്ന തുന്നിക്കെട്ടിന്റെ അവിടെ ബ്ലഡ് ഉണ്ട് അല്ലേ? ഞാൻ ഇപ്പഴാണ് ശ്രദ്ധിക്കുന്നത്. ഇതെങ്ങനെ എങ്ങനെയാണല്ലോ ആദ്യത്തെ ടൈപ്പ്. അതെ അതെ, ഇത് നോക്ക്. ശരിയാണ്, ഇതിപ്പോഴാണ് കണ്ടത്, മനസ്സിലായോ? മറ്റേ സ്റ്റിച്ച് ഇട്ടിരിക്കുന്നതിന്റെ ഒക്കെ അതിലൊക്കെ ബ്ലഡ് കാണിക്കുന്നുണ്ട്. ശരിക്കും ഇപ്പൊ മനസ്സിലായില്ലേ അതെന്താണ് തുന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ തുന്നി കെട്ടിരിക്കുന്നതെന്ന്. അതിൽ നിന്ന് തന്നെ അത് ഡീകോഡ് ചെയ്തപ്പോ പലർക്കും മനസ്സിലായതാണ്. പിന്നെ നമുക്ക് തെറിവിളി കേട്ടു, സാരല്ല. പക്ഷെ കയ്യിലിരിപ്പ് നന്നാവണടാ. അല്ല സത്യമായില്ലേ അത് പറഞ്ഞത്, കയ്യിലിരിപ്പ് നന്നാവണടാ, എന്നാ തെറിവിളി ഒന്നും കേൾക്കാതെ ഡീസന്റ് ആയിട്ട് പോവാ. അപ്പൊ എന്തായാലും ഈ ജോർജേട്ടൻ ഞാൻ പറയുള്ളൂ, ജോർജേട്ടൻ ഡയലോഗ് പറയുന്ന സമയത്ത് ഈ ചില സമയത്ത് ഇങ്ങനെ ഓരോന്നിനെ ചില ആളുടെ കയ്യിൽ നിന്ന് ചില സംഭവങ്ങൾ ഇടും. അപ്പൊ അതിലിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അങ്ങനെ കേട്ടു. അതൊക്കെ
ഒരു വില്ലൻ അങ്ങനത്തെ രീതിയിൽ മാനരസങ്ങൾ കൊണ്ടിരുന്നതിൽ ഉണ്ട് ഇങ്ങനത്തെ പഴയ കാലത്തെ കുറച്ച് നാളുകൾക്ക് മുന്നത്തെ വില്ലന്മാരിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ, അതായത് അത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ വരുന്ന സാധനം. ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നതല്ല, പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു പരിമിതി ഉണ്ട്. ഇത് ആളുടെ ആ ടാലന്റ് കൊണ്ട് കുറേ ഇട്ട സംഭവങ്ങളുണ്ട് സ്വന്തം കയ്യിൽ. അത് ചില ഡയലോഗ് ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ അത് വരുമ്പോൾ അത് അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് തോന്നും. അവര് ജസ്റ്റ് ഇടുന്ന സാധനമായിരിക്കും, അത് പക്കായിരിക്കും. ഇപ്പൊ ആ ലാസ്റ്റ് കാണിക്കുന്ന കണ്ണടച്ച് കാണിക്കുന്ന സാധനവും അതിന്റെ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ചിരിയുണ്ട്, ആ ചിരി നിർത്തുന്നതും ബ്രീത്ത് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ട് ഡയലോഗ് ഡെലിവറി. സാധാരണ നമ്മളോടൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് ആ ഡയലോഗ് പറഞ്ഞു പോകുള്ളൂ, അതിനകത്ത് ഏത് രീതിയിൽ അത് കൊണ്ടുവരാൻ പറ്റും, എത്ര അടിപൊളിയാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് പല ഷെയ്ഡ് ഇങ്ങനെ കാണിക്കുമല്ലോ, ആ സമയങ്ങളിലൊക്കെ ഓരോ രീതിയിലാണ്. നമുക്ക് പറയാൻ പറ്റൂലല്ലോ, ഇത് പറയാൻ പറ്റൂലാത്തോടെ പല സമയങ്ങളിലും അതാ പറഞ്ഞ പല സമയങ്ങളിലും പല സാധനം വരുന്നുണ്ട് ആളുടെ സംസാര ശൈലി. അപ്പൊ എന്തായാലും എപ്പിസോഡ് റിയാക്ഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. എന്തായാലും കാണാത്തവരെല്ലാവരും ടിക്കറ്റ് മാക്സിമം കിട്ടുമോ നോക്കുക, പോയി കാണാം, വിജയിപ്പിക്കുക. അതാണ് 100 കോടി, അതാണ് നമ്മുടെ മുദ്രാവാക്യം. 100 അല്ലെങ്കിലും 100 നമ്മുടെ വിജയലക്ഷ്യം. അത് തൂക്കൂടാ, അത് പറഞ്ഞു ഇനി വിജയലക്ഷ്യം ഒരു 10 ദിവസം കൂടി അതിൻ്റെ ഉള്ളിൽ 100 തൂക്കി. ഇത് 100 അടിച്ച് പിന്നെ നമ്മുടെ അടുത്ത ലക്ഷ്യം അടുത്ത സിനിമ വേറെയാണ്, പിന്നെ 100 അല്ല, അപ്പൊ 125 രൂപയ്ക്കാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.